എല്ലാവർക്കും ഇപ്പോൾ എൻ്റർടൈനിങ് വീഡിയോസാണ് താല്പര്യം. ഇൻഫർമേറ്റീവ് വീഡിയോസ് ഒന്നും ഒട്ടും താല്പര്യമില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഈ 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് വീഡിയോ കാണാൻ മാറ്റി വയ്ക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹലോ ഓൾ, ദിസ് ഇസ് അനൂജ ആൻഡ് യു ആർ വാച്ചിങ് എസൻസ് ഓഫ് സയൻസ്. ആൻഡ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്മിൽ കണ്ട് മനസ്സിലായി കാണും. ഇറ്റ്സ് അബൌട്ട് PCOD. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യരുത്. കാരണം സാധാരണ എല്ലാ വീഡിയോയിലെ പോലെ വെറുതെ പോയിന്റ്സ് പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ മാത്രമല്ലത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി ഞാൻ ഈ വീഡിയോനകത്ത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് കടന്നാലോ. എന്താണ് PCOD? പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. അതതിന്റെ ഫുൾ ഫോം അല്ലേ. എന്താണ് PCOD? നമ്മുടെ ഇപ്പൊ സ്ത്രീകൾക്കുള്ള ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു സെക്സ് ഓർഗൻ ആണ് ഓവറി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഓവറി ആണ് എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. PCOD ഉള്ള സ്ത്രീകളിൽ ഹോർമോണൽ ഇംബാലൻസ് സംഭവിക്കും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവറി ഒരുപാട് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ആ എഗ് എല്ലാം ഇൻമെച്യൂർ ആയിട്ടുള്ള എഗ് ആയിരിക്കും. ആൻഡ് ഈ ഇൻമെച്യൂർ ആയിട്ടുള്ള ഈ എഗ്സ് ഒക്കെ ഒരുപാട് നമ്പർ ഫോം ചെയ്തിട്ട് അത് ഈ ഓവറിനകത്ത് ഈ കുഞ്ഞു സിസ്റ്റ് ആയിട്ട് ഫോം ചെയ്തിട്ട് നിൽക്കും. ആൻഡ് അത് ഈ മെൻസ്ട്രേഷൻ ഒക്കെ ഇറഗുലർ ആക്കുന്നു. ആൻഡ് ഇതിനെയാണ് നമ്മൾ PCOD എന്ന് പറയുന്നത്. ഇത് മെൻസ്ട്രേഷന് മാത്രമല്ല ഇറഗുലർ ആക്കുന്നത്, ഇത് നമ്മുടെ പ്രഗ്നൻസിനെ വരെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പൊ ഒന്നാമത്തെ ടിപ്പ്, PCOD ഉള്ള സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഭക്ഷണ രീതിയിലാണ്. അപ്പൊ നമുക്ക് ആദ്യം ഷുഗർ ഉള്ള ഫുഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഷുഗർ ഉള്ള ഭക്ഷണം PCOD ഉള്ള സ്ത്രീകൾ എന്നല്ല, എല്ലാ മനുഷ്യന്മാരും അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുള്ള ഷോർട്സ് വീഡിയോയിൽ പറയുന്നുണ്ട്, ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറ്റ് പോയിസൺ ആണ് എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് അത് എല്ലാവരും ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇപ്പൊ ഉദാഹരണം ചായ, കാപ്പി, പേസ്ട്രീസ്, പിന്നെ അങ്ങനത്തെ കാർബുള്ള ഫുഡ്, അതൊക്കെ റൈസ് അങ്ങനത്തെ ഉള്ളതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ ഷുഗർ ഉള്ള ഫുഡ് ഐറ്റം കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിനകത്തുള്ള ഷുഗറിന്റെ അളവ് കൂടുന്നു. ഏതൊരു മനുഷ്യരിലും അങ്ങനെ തന്നെയാണ്. അതാണ് നമ്മുടെ സ്റ്റൊമക്. ആൻഡ് ഈ സ്റ്റൊമക്കിനകത്തെ കാണുന്ന ഈ കുഞ്ഞൊരു ഗ്ലാൻഡിനെയാണ് നമ്മൾ പാൻക്രിയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാൻക്രിയാസ് നോർമലി നമ്മൾ ഷുഗർ ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ബ്ലഡിനകത്ത് ഷുഗറിന്റെ അളവ് കൂടുന്നു. അപ്പോൾ ഈ പാൻക്രിയാസ് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഈ ഇൻസുലിൻ ആണ് ഈ ബ്ലഡിനകത്തുള്ള ഷുഗറിനെ ഈ സെൽസിലോട്ടേക്കൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നത് ഈ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ഹോർമോൺ ആണ്. ബട്ട് PCOD ഉള്ള സ്ത്രീകളില് ഈ പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ബോഡി ഇൻസുലിനോട് ഭയങ്കര റെസിസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഈ പാൻക്രിയാസ് ഇൻസുലിൻ എത്ര പ്രൊഡ്യൂസ് ചെയ്താലും ഈ ബ്ലഡിലെ ഷുഗർ ഒന്നും ഈ സെൽസ് അബ്സോർബ് ചെയ്യില്ല. അങ്ങനെ ഇൻസുലിന്റെ ലെവല് നല്ല പോലെ ഇൻക്രീസ് ചെയ്യും. ആൻഡ് അത് ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ സൃഷ്ടിച്ച് PCOD ഉള്ള സ്ത്രീകളുടെ കണ്ടീഷൻ വളരെയധികം വേഴ്സ് ആക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവരോട് ഇങ്ങനെ ഷുഗർ ഉള്ള ഫുഡ് ഐറ്റംസ്, പിന്നെ കാർബുള്ള ഫുഡ് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം പറയുന്നത്. ഇനിയിപ്പോ അവർക്ക് ഷുഗർ ക്രേവിങ്സ് അത്രയും അധികം ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോ ഈ റൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ബ്രൗൺ റൈസ്, പിന്നെ ഓട്സ് അതൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ പാലുൽപ്പന്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ ഈ ക്രീം, ചീസ്, ബട്ടർ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അത് വളരെ ആഗ്രഹമാണെങ്കിൽ ഓട്ട് മിൽക്ക്, ആൽമണ്ട് മിൽക്ക് അതൊക്കെ നല്ലൊരു സൊല്യൂഷൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിക്ക് വരുമ്പോൾ ഷുഗർ ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ലെസ് ഷുഗർ ഉള്ള ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ ആയാലും നല്ല ഫൈബർ ഉള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയാലും നല്ല ഫൈബർ ഉള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അത് പറയാനുള്ള റീസൺ, ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മുടെ ഭക്ഷണ രീതിയിൽ ഷുഗർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ഭക്ഷണത്തിനെ സംബന്ധിച്ച് രണ്ടാമത്തെ പോയിന്റ് ആണ് ഫാറ്റ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ അകത്ത് ഈ PCOD ഉള്ള സമയത്ത് അമിതഭാരം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് ഈ ഒരു അമിതഭാരം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഈ ഫാറ്റ് ഉള്ള ഭക്ഷണങ്ങൾ, ഈ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് ബെല്ലി ഫാറ്റ് ഉണ്ടാക്കുന്നു. ഈ ബെല്ലി ഫാറ്റ് ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു ഫാറ്റി ടിഷ്യൂ ലെയർ ഫോം ആകും. ആൻഡ് ഈ ഫാറ്റി ടിഷ്യൂ അരോമാറ്റേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ എൻസൈം ഇപ്പൊ നമ്മുടെ ഓവറിനകത്ത് ആൻഡ്രോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ ഹോർമോൺ, അതൊരു മെയിൽ ഹോർമോൺ ആണ് ആൻഡ്രോജൻ, അത് വളരെ കുഞ്ഞൊരു അമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ബെല്ലി ഫാറ്റിനകത്തുള്ള ഈ അരോമാറ്റേസ് എന്നിട്ടുള്ള ഈ ഒരു എൻസൈമും ഈ ആൻഡ്രോജനെ ഈസ്ട്രോജൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു.
ഓൾറെഡി നമ്മുടെ ഓവറിന്റെ അകത്ത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ അങ്ങനെയൊക്കെ ഒരുപാട് ഹോർമോൺസ് ഈ ഒരു മെൻസ്ട്രേഷൻ സമയത്തൊക്കെ ആയിട്ട് റിലീസ് ആവും. അപ്പൊ അതൊരു ബാലൻസിൽ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഈ ഒരു അരോമാറ്റേസ് എന്നുള്ള ഈ ഒരു എൻസൈം ഈ ആൻഡ്രോജനെ കൂടി ഈസ്ട്രജൻ ആക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ അകത്തുള്ള ഈസ്ട്രജന്റെ അളവ് കൂടും. അപ്പൊ ഒരുപാട് അങ്ങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഒരു ബാലൻസ് തെറ്റും. അങ്ങനെ പിന്നെയും അവിടെ ഒരു ഹോർമോണൽ ഇംബാലൻസ് സംഭവിക്കുന്നു. ആൻഡ് അങ്ങനെ PCOD കണ്ടീഷൻ വേഴ്സൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് പോസിബിൾ ആണ്. ഫുഡ് എന്തൊക്കെ കഴിക്കേണ്ടതും കഴിക്കേണ്ടാത്തതും ഒക്കെ ഞാനിപ്പോ പറഞ്ഞു. ബട്ട് മെയിൻ ആയിട്ടൊരു പോയിന്റ് പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഭക്ഷണം ഒരിക്കലും കഴിക്കാതെയും ഇരിക്കാൻ പാടില്ല. ഇപ്പൊ വണ്ണം കുറയ്ക്കണം എന്ന് വിചാരിച്ച് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി ഭക്ഷണം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മുടെ ബോഡിയുടെ അകത്ത് നോർമൽ ആയിട്ട് ഒരു ഇൻസുലിൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആ ഇൻസുലിന്റെ അളവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടി കൂടി അവിടെ ഒരു ഇൻസ്റ്റെബിലിറ്റി വരും. ആൻഡ് അങ്ങനെയും കാര്യങ്ങൾ ഭയങ്കര വേഴ്സ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ എല്ലാ 3-4 മണിക്കൂർ ഇടവിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ ഒരു ഹാഫ് പോർഷൻ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുക. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു റൈസ് ഒന്നും പറ്റില്ല, അത് ഇൻസുലിൻ ലെവൽ കൂട്ടും. അപ്പൊ ഈ ബ്രൗൺ റൈസ്, ക്വിന്ന, ഓട്സ് അതൊക്കെ കഴിക്കുക. പിന്നെ 1/4 പോർഷൻ പ്രോട്ടീൻസ് ആയാലും ഒന്നും ഓവർ ആവരുത്. ഇപ്പൊ നമുക്കറിയാലോ അമിതമായാൽ അമൃതവും വിഷം എന്ന് പറഞ്ഞ പോലെ ഓവർ ആവരുത്. പ്രോട്ടീൻ ആയാലും ഒരു ലീൻ പ്രോട്ടീൻ. ഇപ്പൊ എഗ്സ് ഒക്കെ കഴിക്കാം, ബോയിൽഡ് എഗ്സ്, പോച്ച്ഡ് എഗ്സ് അങ്ങനെയൊക്കെ കഴിക്കാം. പിന്നെ റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുക. കാരണം ഈ റെഡ് മീറ്റ് നമ്മുടെ ഈ ഫാറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, ഈ സോസേജ് അതൊക്കെ. അപ്പൊ റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുക. പിന്നെ അങ്ങനെ നിങ്ങൾക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് എല്ലാ 3 to 4 hours കഴിക്കാവുന്നതാണ്. ആൻഡ് ദിസ് ഇസ് യുവർ പ്ലേറ്റ്. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്ലേറ്റിൽ വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിലോട്ടേക്ക് പോവാം, എക്സസൈസിങ്. അപ്പൊ എക്സസൈസിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യണം എന്ന് പറയുന്ന പോലെ അത്ര ഇമ്പോർട്ടന്റ് തന്നെയാണ് എക്സസൈസിങ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നിങ്ങളുടെ ലൈഫിലെ ഗോൾഡൻ റൂൾസ് ആയിട്ട് മാറണം. ഇപ്പൊ എക്സസൈസിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡെയിലി വാക്കിംഗ് ഒക്കെ നിങ്ങൾ വെറുതെ അങ്ങ് നടന്നു പോകാതെ ബ്രിസ്ക് വാക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി പ്ലാങ്ക്, പുഷപ്സ് അതൊക്കെ വളരെ നല്ലതായിരിക്കും. പിന്നെ സ്ക്വാറ്റ്സ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇതൊക്കെ നിങ്ങളുടെ ബോഡീനെ സ്ട്രെങ്തൻ ചെയ്യും. പിന്നെ ഫാറ്റ് ടിഷ്യൂ ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. പിന്നെ PCOD ഉള്ള സ്ത്രീകൾക്ക് ഹൃദ്രോഗം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാർഡിയോ എക്സസൈസസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ സച്ച് ആസ് സ്വിമ്മിങ്, സൈക്ലിംഗ്, പിന്നെ സ്കിപ്പിംഗ് ഇതൊക്കെ വളരെ നല്ലതാണ്. എന്ന് വിചാരിച്ച് ഇത് ഓവർ ആവരുത്. നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ എല്ലാം ഒരു ലിമിറ്റിലേ പാടുള്ളൂ. കാരണം ഓവർ ആയി കഴിഞ്ഞാല് ഇത് നമ്മുടെ ബോഡിയുടെ അകത്തുള്ള കോർട്ടിസോളിന്റെ അളവ് കൂട്ടുന്നു. കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ഹോർമോൺ ആണ്. അപ്പൊ അതിന്റെ ലെവൽ കൂട്ടുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നു. ആൻഡ് അത് നമ്മുടെ സ്ലീപ്പ് സൈക്കിളിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നു, ഹോർമോണൽ ഇംബാലൻസ് കോസ് ചെയ്യുന്നു. അങ്ങനെ PCOD ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ യോഗ ചെയ്യുന്നതും വളരെ നല്ലതാണ്. കാരണം ഇത് നമ്മുടെ ബോഡിയുടെ അകത്തുള്ള സ്ട്രെസ്സിന്റെ ലെവൽ കുറയ്ക്കുന്നു. എസ്പെഷ്യലി ഭുജംഗാസനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണ്. പിന്നെ സൂര്യ നമസ്കാരം ഒക്കെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു യോഗ തന്നെയാണ്. അത് ഓവറോൾ ബെല്ലി ഫാറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയുള്ള ഈ വീഡിയോ ഇത് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇത് ഇൻഫോർമേറ്റീവ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഇത് ഷെയർ ചെയ്യാം. ആൻഡ് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കോമെന്റ് ഡൗൺ. ആൻഡ് കോമെന്റ് ഇഫ് ദർ ഇസ് എനി സജഷൻസ്. നിങ്ങൾക്ക് വല്ല സജഷൻസോ ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കോമെന്റ് ഡൗൺ. ആൻഡ് ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഡു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.